സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചു. BRC പരിധിയിൽ വരുന്ന 5 പഞ്ചായത്തുകളിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായാണ് ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചത്. പെരിഞ്ഞനം RMVHS സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കായികോത്സവം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പിന്നീട് നമുക്ക് പ്രത്യേകമായി സ്കൂളുകൾ പല സ്ഥലത്തും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് മേഖലയിലൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂളുകളിലെല്ലാം ഇത്തരം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ എടുക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ സ്കൂളും അതുപോലെ നാട്ടുകാരും PTA-യും ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നന്നായി മുമ്പോട്ട് പോയി. മിക്കവാറും ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ എല്ലാം പൊതു സമൂഹത്തിന്റെ ബാധ്യതയാണ്, കടമയാണ് ഇത്തരം കുട്ടികളെ കൂടി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രദ്ധ കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു വീട്ടിൽ അങ്ങനെ ഒരു കുട്ടി വന്നാൽ ആ കുട്ടി ആ വീട്ടുകാരുടെ ഉത്തരവായിരിക്കും, അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം ആയിരിക്കും എല്ലാ കാര്യങ്ങളും അവരാണ് നടത്തേണ്ടതെന്നുള്ള രീതിയിൽ എടുത്തുകൂടാ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ചില നിയമങ്ങളൊക്കെ ഇതിന് അനുകൂലമായി വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരിൽ നമുക്ക് സംവരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിനിമം ഇത്ര ശതമാനം വേണം ഭിന്നശേഷിക്കാരന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഓഫീസുകളിൽ പോയാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. സ്കൂളുകളൊക്കെ പോയാൽ ക്ലറിക്കൽ തസ്തികയിൽ, അധ്യാപക തസ്തികയിൽ ഉൾപ്പെടെ എല്ലാം മിക്കവാറും സ്ഥലത്തൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പാരാലിമ്പിക്സ് ബാഡ്മിന്റൺ താരം CS ബൈജു മുഖ്യാതിഥിയായി. മതിലകം BRC BPC APCG മോൾ ഗ്രാമപഞ്ചായത്ത് അംഗം സ്നേഹജിത്ത്, PTA പ്രസിഡന്റ് നാസർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഹിമ ബാബു എന്നിവർ സംസാരിച്ചു. മിക്സഡ് സ്റ്റാൻഡിംഗ് ജമ്പ്, റിലേ, മിക്സഡ് സ്റ്റാൻഡിംഗ് ബോൾ ത്രോ, ബാഡ്മിന്റൺ എന്നീ മത്സരങ്ങൾ നടന്നു. വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും നൽകി അനുമോദിച്ചു.